നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ പ്രധാന സാക്ഷിയായ മഞ്ജു വാര്യർക്കെതിരെ നടപടിയുമായി നടൻ ദിലീപ്. മഞ്ജുവിനെ ഞാൻ വെറുതെ വിടില്ലെന്നും അവൾ കാരണം എൻ്റെ ജീവിതം തകർന്നു, സമൂഹത്തിൽ എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി, ഒരു കുറ്റക്കാരനായിട്ടാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചത്. ഞാൻ അനുഭവിച്ച അതേ അവസ്ഥയിലൂടെ മഞ്ജുവും കടന്നു പോകണമെന്നും മഞ്ജുവിനെതിരെ നിയമ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് ദിലീപ് ഇപ്പോൾ. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയുള്ള വിധി വന്നതിന് പിന്നാലെ നടിയും കേസിലെ പ്രധാന പ്രോസിക്യൂഷൻ സാക്ഷിയുമായ മഞ്ജു വാര്യർക്കെതിരെ സൈബർ അധിക്ഷേപം. ദിലീപിനെ കേസിൽ കുടുക്കിയതിന് പിന്നിൽ മഞ്ജുവാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും അധിക്ഷേപങ്ങളുമാണ് താരത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾക്ക് താരെ ദിലീപ് അനുകൂലികൾ പങ്കുവെക്കുന്നത്. നേരത്തെ കേസിൽ വിധി വന്നതിന് പിന്നാലെ മഞ്ജു വാര്യർക്കെതിരെ ദിലീപ് രംഗത്തെത്തിയിരുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒത്തുചേർന്ന സിനിമാ കൂട്ടായ്മയിൽ തൻ്റെ മുൻ ഭാര്യ മഞ്ജു ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്, ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറഞ്ഞെടുത്തു നിന്നാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് എന്നാണ് ദിലീപ് പറഞ്ഞത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് ഈ കേസ് ഉണ്ടാക്കിയെടുത്തതെന്നും യഥാർത്ഥത്തിൽ ഇത് തനിക്കെതിരായ ഗൂഢാലോചനയായിരുന്നുവെന്നുമായിരുന്നു ദിലീപിൻ്റെ പ്രതികരണം. കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകർന്നെന്നും സമൂഹത്തിൽ തൻ്റെ കരിയർ, ഇമേജ്, ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും ദിലീപ് അവകാശപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് മഞ്ജുവിനെതിരെ സൈബർ ആക്രമണം തുടങ്ങിയത്. മധുബാലയും ഇന്ദ്രൻസും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിന്ന ചിന്ന ആസെ എന്ന ചിത്രത്തിൻ്റെ പോസ്റ്റർ പങ്കുവച്ചുള്ള മഞ്ജുവിൻ്റെ പോസ്റ്റിന് താരെയാണ് വിദ്വേഷ പരാമർശങ്ങളും തെറിപ്രയോഗങ്ങളുമായി ദിലീപ് അനുകൂലികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയുള്ള പോസ്റ്റർ പങ്കുവച്ചാണ് ചിലരുടെ പ്രതികരണം. ദിലീപ് കേസ് നീ കളിച്ച കളിയാണ് അല്ലേ? ദിലീപിൻ്റെ ആദ്യ മൊഴി താങ്കൾക്ക് എതിരാണ്. ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. എന്തിനാണ് ഒരു നിരപരാധിയെ കുടുക്കിയത് എന്നിങ്ങനെയാണ് ചിലർ പോസ്റ്റിന് താരെ കമൻ്റ് ഇടുന്നത്. കൂടാതെ ദിലീപും കാവ്യ മാധവനും ഒന്നിച്ചുള്ള ചിത്രങ്ങളും ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്നുള്ള ചാനലുകളുടെ സ്ക്രീൻഷോട്ടും പങ്കുവെക്കുന്നതിനോടൊപ്പം ചിലരെല്ലാം ദിലീപിനെ കമൻ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുമുണ്ട്. മഞ്ജുവിൻ്റെ മറ്റ് പോസ്റ്റുകൾക്കും താരെ ദിലീപ് അനുകൂലികൾ വിദ്വേഷ കമൻറ്റുകൾ കൊണ്ട് നിറയ്ക്കുകയാണ്. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ കൂടാതെ 7-ാം പ്രതി ചാർലി തോമസ്, 9-ാം പ്രതി സനിൽകുമാർ, 10-ാം പ്രതി ശരത് ജി നായർ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നും കോടതി വിധിച്ചു. 1-ാം പ്രതി സുനിൽ NS എന്ന പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആൻ്റണി, 3-ാം പ്രതി ബി മണികണ്ഠൻ, 4-ാം പ്രതി VP വിജീഷ്, 5-ാം പ്രതി H സലീം എന്നറിയപ്പെടുന്ന വടിവാൾ സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ കുറ്റക്കാരാണ് എന്നാണ് കോടതി വിധിച്ചത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസാണ് വിധി പറഞ്ഞത്. കുറ്റക്കാർക്കുള്ള ശിക്ഷ ഈ മാസം 12-ന് പ്രഖ്യാപിക്കും. ഇതിനു പിന്നാലെ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിട്ടത് ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. എന്നാൽ ഇത് അന്തിമ വിധിയല്ലെന്നും മേൽക്കോടതിയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്നും അന്വേഷണ സംഘം മുൻ മേധാവി ബി സന്ധ്യ പറഞ്ഞു. ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണെന്നും അവർ പറഞ്ഞു. അന്വേഷണ സംഘം മികച്ച ജോലിയാണ് ചെയ്തത്, അവർ അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട്. മാറി മാറി വന്ന പ്രോസിക്യൂട്ടർമാരും നല്ല ജോലി ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേസിലൂടെ കേരളത്തിലെ സിനിമാ മേഖലയിൽ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ വന്നു. അന്തിമ വിധി വരുന്നതും വരെ അതിജീവിതയ്ക്കൊപ്പം അന്വേഷണ സംഘം ഉണ്ടാകും. ഒരുപാട് വെല്ലുവിളികൾ വിചാരണവേളയിൽ നേരിട്ടിട്ടുണ്ട്. മേൽക്കോടതിയിൽ നീതിക്ക് വേണ്ടി അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പോരാടുമെന്നും ബി സന്ധ്യ കൂട്ടിച്ചേർത്തു. കേസിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികളെയാണ് കോടതി കുറ്റക്കാരായിട്ട് കണ്ടെത്തിയത്. പ്രതികൾക്കുള്ള ശിക്ഷാവിധി വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. കൂട്ടബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങളാണ് പ്രതികളുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.